തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് ഹസൻ നടത്തിയ തുറന്നു പറച്ചിലുകളിൽ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി. വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് നൽകാനാകില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. അന്വേഷണത്തിലിരിക്കുന്ന വിഷയമാണെന്നാണ് വിശദീകരണം. ഉമേഷ് ബാലകൃഷ്ണൻ ആ വാർത്തകൾ ഒരുപാട് വച്ചിരുന്നു. ഉമേഷ് എന്തോ വ്യക്തി വിവരങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്താണ് വ്യക്തി വിവരം? ഈ പറയുന്ന സിസ്റ്റത്തിന്റെ ഉണ്ടാകാനിടയുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള പിഴവുകളെ പറ്റിയൊക്കെയായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അത് പുറത്തു പറയാൻ എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പിന് മടി, ഉമേഷ്? തീർച്ചയായും അത് തന്നെയാണ് പ്രധാന ചോദ്യം. ഒരു പൗരന്റെ അവകാശം കൂടിയാണ് വിവരാവകാശ നിയമം. അത് പ്രകാരമാണ് ഇത്തരമൊരു അപേക്ഷ ആരോഗ്യവകുപ്പിൽ നൽകിയത്. ആ അപേക്ഷയിൽ മേൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ മേൽ നൽകിയിരിക്കുന്ന മറുപടി ഈ റിപ്പോർട്ട് ഇപ്പോൾ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന് രണ്ട് നിയമങ്ങളാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. RTI ആക്ടിലെ 8E, അതായത് ഒരാളുടെ വ്യക്തി വിവരങ്ങളും മറ്റും വ്യക്തി വിവരങ്ങൾ, അതായത് ഒരാൾ മറ്റൊരാളോട് പറഞ്ഞ വ്യക്തി വിവരങ്ങളടക്കം അയാളെ വ്യക്തിപരമായി ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അത് പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ ഒരു ഡോക്ടർ രോഗി പരസ്പരം സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷയമാണ് എന്നാണ് ഒരു കാര്യം പറയുന്നത്. രണ്ട് 8H ആണ്. 8H പറയുന്നത് അന്വേഷണത്തിലിരിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ രണ്ട് നിയമങ്ങളും പക്ഷേ ഇതിൽ ബാധകമല്ല എന്നുള്ളതാണ് വിവരാവകാശ പ്രവർത്തകരുമായും വിവരാവകാശ കമ്മീഷനിലെ വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ ഇത് ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് 4 അംഗ വിദഗ്ധ സമിതിയെ കൊണ്ട് നടത്തിയ അന്വേഷണമാണ്. അത് പ്രധാനമായി പരിശോധിച്ചത് ഹാരിസിന്റെ ആരോപണങ്ങളാണ്. ഹാരിസിന്റെ ആരോപണങ്ങൾ ആശുപത്രിയിൽ കൃത്യമായി ആശുപത്രി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല. അതേ തുടർന്ന് ഒരു രോഗിയുടെ ശസ്ത്രക്രിയ മുടങ്ങി. ഒപ്പം കൃത്യമായി പർച്ചേസിംഗ് ഓർഡർ കൃത്യമായി നടപ്പാക്കാൻ വലിയ ഹൈറാർക്കി പ്രശ്നങ്ങളുണ്ട്. ഉദ്യോഗസ്ഥർ കൃത്യമായി അതിന് പർച്ചേസിംഗ് ഓർഡർ നൽകുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അത് ഫേസ്ബുക്ക് വഴിയാണ് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിന്മേലുള്ള അന്വേഷണത്തിൽ എങ്ങനെയാണ് വ്യക്തി വിവരങ്ങൾ കടന്നുകൂടുന്നത് എന്നുള്ള ചോദ്യം നിൽക്കുന്നു. രണ്ട്, ഈ അന്വേഷണത്തിന് വേണ്ടിയാണ് 4 അംഗ സമിതി നിയോഗിച്ചത്. ആ അന്വേഷണ റിപ്പോർട്ടാണ് സർക്കാരിന് സമർപ്പിച്ചു. അത് DMEക്ക് സമർപ്പിക്കുന്നു. DME ആണ് സർക്കാരിന് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ട് അന്വേഷണം കഴിഞ്ഞാണ് സമർപ്പിച്ചു കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതൊരു അന്വേഷണത്തിലിരിക്കുന്ന വസ്തുതയല്ല. അപ്പോൾ ഈ രണ്ട് വിവരവും നിലനിൽക്കുന്നതല്ല. എന്തായാലും ഓരോ പൗരനും വിവരാവകാശ നിയമപ്രകാരം ഏതെങ്കിലും വിവരങ്ങൾ കിട്ടിയില്ല എങ്കിൽ അതിന് അപ്പീൽ നൽകാനുള്ള അവകാശമുണ്ട്. സ്വാഭാവികമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം അപ്പീൽ നൽകി പുറത്തെത്തിച്ച നാടാണിത്. സ്വാഭാവികമായി അപ്പീലിലേക്ക് പോകേണ്ടി വരും. എങ്കിലും ഈ വിഷയത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു നൽകാൻ ആരോഗ്യവകുപ്പിന് താല്പര്യമില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ വിവരാവകാശ രേഖ. അതേ ആരോപണം തന്നെയാണ് ഡോക്ടർ ഹാരിസ് ഉന്നയിക്കുന്നത്. ഇതിൽ ആരോപണ വിധേയൻ അല്ലെങ്കിൽ ഇതിൽ ഒരു കക്ഷിയാണ് ഡോക്ടർ ഹാരിസ്. ഡോക്ടർ ഹാരിസിന് ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മെമ്മോ കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ എന്താണ് പരാമർശിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായ വിവരം അദ്ദേഹവും അറിയണ്ടേ എന്നുള്ള ചോദ്യമാണ് ഡോക്ടർ ഹാരിസ് തന്നെ ചോദിക്കുന്നത്. എന്താണ് ആ റിപ്പോർട്ടിലുള്ളത്? ആ റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥർ താനുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ്. അത്തരത്തിൽ ഏതെങ്കിലും തനിക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കുമെന്ന് താൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള ആവശ്യം ഡോക്ടർ ഹാരിസും മുന്നോട്ട് വെക്കുന്നു. എന്തായാലും വിവരാവകാശ നിയമപ്രകാരം ആദ്യ അപേക്ഷയിൽ ഇത് നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്നു. സ്വാഭാവികമായി അപ്പീൽ പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വിവരാവകാശ കമ്മീഷനിലേക്ക് അപ്പീൽ പോവുക, അപേക്ഷ നൽകുക എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ അപ്പീലും തള്ളിക്കഴിഞ്ഞാൽ വിവരാവകാശ കമ്മീഷനിലേക്ക് പോകേണ്ടി വരും. ഹാഷ്മി. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ്. ശ്രീ ഉമേഷ് ബി, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അണ്ടർ സെക്രട്ടറി. ശ്രീ ഉമേഷ് ബി, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് 24 ന്യൂസ്. ശ്രീ ബാലറ്റി കൊടുത്ത മറുപടിയിലാണ് ഈ പറയുന്നത്. സൂചനയിലേക്ക് താങ്കൾ ശ്രദ്ധ ക്ഷണിക്കുന്നു. താങ്കളുടെ അപേക്ഷയിൽ ആവശ്യപ്പെട്ട രേഖയുടെ പകർപ്പ് വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8E 8H എന്നിവ പ്രകാരം ലഭ്യമാകാൻ നിർവാഹമില്ല എന്ന് താങ്കളെ ഉമേഷ് ബിയെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി വിവരങ്ങൾ അന്വേഷണത്തിലിരിക്കുന്ന സംഗതികൾ ഇതൊന്നും അതിന് ബാധകമാണോ എന്ന് ബന്ധപ്പെട്ടവർ ചിന്തിക്കട്ടെ. എന്തിനാണ് ആ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നത് എന്നും ആലോചിക്കട്ടെ.